നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. എനിക്ക് ദാഹിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 28 മുതൽ 30 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ. അതിനുശേഷം സകലവും തികഞ്ഞിരിക്കുന്നുവെന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകുമണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ പുളിച്ച വീഞ്ഞ് നിറഞ്ഞൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ഒരു സ്പോങ് പുളിച്ച വീഞ്ഞ് നിറച്ച് ഈസോപ്പ് തണ്ടിന്മേൽ ആക്കി അവന്റെ വായോട് അടുപ്പിച്ചു. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തലചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ച് കൊടുത്തു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ അവസാന വാക്കുകളിൽ ഒന്നാണ് സകലവും നിവൃത്തിയായി എന്നുള്ളത്. അത് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ ശേഷമാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു കുരിശുമരണം അനുഭവിക്കുമ്പോൾ ദാഹിക്കും എന്ന് പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. 69-ാം സങ്കീർത്തനത്തിൽ അവർ എൻ്റെ ദാഹത്തിന് എനിക്ക് ചൊറുക്ക കുടിപ്പാൻ തന്നു എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും യേശു ദാഹിക്കും. ദൈവം മനുഷ്യനായി വരുന്ന കാലത്ത് ദാഹിക്കും എന്ന് 1000 വർഷം മുമ്പ് എഴുതിയിട്ടുണ്ട്. ഞാൻ ആ വാക്യം വായിക്കാം. 69-ാം സങ്കീർത്തനം 21-ാം വാക്യം. അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു, എൻ്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കുടിപ്പാൻ തന്നു. കർത്താവായ യേശുക്രിസ്തുവിന് 2 പാനീയങ്ങളാണ് അവർ കുടിപ്പാൻ കൊടുത്തത് എന്ന് വേറെ സുവിശേഷത്തിലുണ്ട്. ആദ്യം അവർ കൊടുത്തത് കയ്പ് കലർത്തിയ വീഞ്ഞാണ്, കണ്ടിവെണ്ണ കലർത്തിയത് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത് മനുഷ്യനെ പെട്ടെന്ന് മയക്കും, ഓർമ്മ നശിക്കാൻ ഇടയാകും, വേദന ഇല്ലാത്ത ഒരു സ്ഥിതി ഉണ്ടാകാൻ ഇടയാകും. അപ്പോൾ വേദന അറിയാതെ മരിക്കാൻ വേണ്ടി ആരോ കലക്കി കൊണ്ടുവന്നതാണ്. പക്ഷേ യേശു അത് കുടിക്കാൻ തയ്യാറായില്ല. അത് രുചി നോക്കിയാറെ കുടിക്കാൻ മനസ്സായില്ല. കാരണം സകല വേദനയും സുബോധത്തോടെ അനുഭവിച്ചിട്ട് ആത്മരക്ഷയൊരുക്കി യാഗമരണം വരിക്കാനാണ് യേശു ആഗ്രഹിച്ചത്. മാത്രമല്ല, മനുഷ്യൻ അനുഭവിക്കേണ്ട സകല വേദനയും സുബോധത്തോടെ അനുഭവിക്കുക. മയക്കാനുള്ള കണ്ടിവെണ്ണ കലർത്തിയ അല്ലെങ്കിൽ കയ്പ് കലർത്തിയ ആ പാനീയം കുടിച്ചാൽ ബോധം നഷ്ടപ്പെടും. യേശു അതിന് തയ്യാറായില്ല. എന്നാൽ രണ്ടാമത് അവർ വെച്ച് നീട്ടിയ പുളിച്ച വീഞ്ഞ് അത് യേശു കുടിക്കുക. കാരണം അത് വേദന ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നതാണ്. നമ്മുടെ കർത്താവ് ഭൂമിയിൽ വന്നത് മനുഷ്യന്റെ നരകം അനുഭവിക്കാനാണ്. ആദാം പാപം ചെയ്തപ്പോൾ ആണ് ദൈവം പറഞ്ഞത്, മുള്ളും പറക്കാരെ നിനക്കുണ്ടാകും, നിനക്ക് വേദനയും വേർപ്പും കഷ്ടപ്പാടും എല്ലാം ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ കർത്താവ് മനുഷ്യന്റെ ശാപവും മനുഷ്യന്റെ വേദനയും മനുഷ്യന്റെ വേർപ്പും അധ്വാനത്തിന്റെ ഫലമായി വേർപ്പ് ഇതെല്ലാം യേശു നമുക്ക് വേണ്ടി സഹിക്കുകയാണ്. അവസാനം യേശു പറയുകയാണ്, എനിക്ക് ദാഹിക്കുന്നു. വാസ്തവത്തിൽ അത് ശരീരത്തിന്റെ ദാഹം മാത്രമല്ല, ശരീരത്തിന് ദാഹം ഉണ്ടായിരുന്നു. ഒരിക്കൽ യേശു ശമരിയ സ്ത്രീയോട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞതാണ്, വെള്ളം വേണമെന്ന് പറഞ്ഞതാണ്. ഇവിടെ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നത് ശരീരത്തിലെ ദാഹത്തിന്റെ കാര്യം മാത്രമല്ല. കാരണം നമുക്ക് 42-ാം സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. അപ്പോ ദൈവത്തിനായ ഒരു ദാഹമുണ്ട്. ആ ദാഹം പരിഹരിക്കാൻ ദൈവം ഉള്ളിൽ വന്നല്ലാതെ സാധിക്കുകയില്ല. വാസ്തവത്തിൽ അതാണ് യേശു കൂടാരപ്പെരുന്നാൾ ഉത്സവത്തിന്റെ അവസാനത്തെ ദിവസം യെരൂശലേം ദേവാലയത്തിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് പറഞ്ഞത്. യോഹന്നാൻ സുവിശേഷം 7:37 അതുണ്ട്. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം
എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറഞ്ഞപോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. അത് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് വിൽപ്പാനുള്ള ആത്മാവിനെ കുറിച്ച് അത്രേ അവൻ പറഞ്ഞത്. അപ്പോൾ ആത്മാവായ ദൈവം, അല്ലെങ്കിൽ ദൈവം ആത്മാവിൽ മനുഷ്യന്റെ ഉള്ളിൽ വരുമ്പോൾ മാത്രമാണ് അവന് ദാഹശമനം ഉണ്ടാകുന്നത്. പരിശുദ്ധാത്മാവിനെ വെള്ളത്തോട് ഉപമിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആത്മദാഹമുള്ള, സ്വസ്ഥതയില്ലാത്ത, സമാധാനമില്ലാത്ത, നിരാശനായ ആ മനുഷ്യന് തൃപ്തി നൽകാൻ, സന്തോഷം നൽകാൻ, സമാധാനം നൽകുവാൻ ദൈവം അവൻ്റെ ഉള്ളിൽ വരണം. മനുഷ്യൻ ദൈവത്തിനായിട്ടാണ് ദാഹിക്കുന്നത്. ദൈവത്തിന് മാത്രമേ അവന് സ്വസ്ഥതയും തൃപ്തിയും അവന് ഒരു ജീവിത നിയന്ത്രണവും നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ കാൽവറിൽ യേശു മരിക്കുമ്പോൾ സംഭവിക്കുന്നത് ദൈവത്താൽ കൈവിടപ്പെടുകയാണ്. അതുകൊണ്ടാണ് എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് അലറിക്കരഞ്ഞത്. യേശു ദൈവത്തിനായിട്ട് ദാഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മെ നിത്യം ദൈവമുള്ളവരാക്കി, ദൈവകൂട്ടായ്മയുള്ളവരാക്കി മാറ്റാൻ ഇഹലോകത്തിൽ മാത്രമല്ല പരലോകത്തിലും ദൈവത്തോടൊപ്പം ആനന്ദിക്കുവാൻ ഇടയാകേണ്ടതിനാണ് നമ്മുടെ കർത്താവ് ദൈവത്താൽ കൈവിടപ്പെട്ടതും ദൈവത്തിനായി ദാഹിക്കുവാൻ ഇടയായതും. ആ ഘട്ടത്തിൽ പോലും യേശു സുബോധത്തോടെ മരിക്കുവാൻ തയ്യാറായി. ആ കർത്താവിൻ്റെ വലിയ സ്നേഹത്തെ, ത്യാഗത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.